ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് കണ്ണൂരിൽ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഒരാൾക്ക് ഗുരുതരമായ പരിക്കുണ്ട്. CPM അനുഭാവികളാണ് എന്ന് പറയുന്നു. പാർട്ടി പക്ഷേ ഇത് അല്ല എന്ന് ഈ ആരോപണം തള്ളിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇന്നലെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കേട്ട വാർത്ത സമാനമായ തരത്തിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച കേട്ടു കണ്ണൂരിൽ നിന്ന് RSS നേതാവിൻ്റെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു എന്നുള്ളത് ഏറെ ഞെട്ടിക്കുന്നതാണ്. അത് വലിയ അളവിലുള്ള സ്ഫോടക ശേഖരമാണ് കണ്ടെടുത്തത്. പ്രമോദ് സാർ, ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇപ്പോൾ ഈ ക്രമസമാധാന നിലയൊക്കെ പരിശോധിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ഏതൊക്കെ ബൂത്തിൽ പ്രശ്നബാധിത മേഖലയെന്നൊക്കെ ചെക്ക് ചെയ്യുന്നൊരു സമയമാണ്. അങ്ങനെ ഒരു സമയത്താണ് ഇത്തരം വാർത്തകൾ കേൾക്കുന്നത്. യെസ്, കേരളത്തിൽ ഇതൊരു ഒട്ടും പുതിയതല്ലാത്തൊരു വാർത്തയാണല്ലോ. നമുക്കറിയാം എത്രയോ സ്ഫോടനങ്ങൾ ഇതുപോലെ ബോംബ് നിർമ്മാണത്തിനിടയിൽ സംഭവിക്കുന്നത് നമ്മൾ പല കേന്ദ്രങ്ങളിൽ നിന്നാണ് കാണുന്നത്. ചിലപ്പോൾ ചില സമയത്ത് അത് പൊളിറ്റിക്കലി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രം, RSSൻ്റേതാവാം, CPMൻ്റേതാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിക്കുന്നത് ഇതുപോലെയുള്ള, ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഗുണ്ടാ സംഘത്തിൻ്റെ വകയായി അവർ ബോംബ് നിർമ്മിക്കുന്നതിനിടെ 4 പേരുടെ കൈപ്പത്തിയേറ്റു എന്നാണ്. അതിനർത്ഥം അതേ സംഭവം ഒരു രാഷ്ട്രീയ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ ഗുണ്ടകളായി മാറുകയാണെന്നാണ്. അത് ഗുണ്ടാസംഘം ചെയ്യുന്ന എല്ലാ കാര്യവും വളരെ നോർമലായി രാഷ്ട്രീയ പ്രവർത്തകർക്കും ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 2 CPM പ്രവർത്തകരാണ്. ഒരാൾ മരിച്ചു, മറ്റേയാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ CPM ആണ് ഇതിന് മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യത്തിൽ, ഈ സംഭവത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമാനമായി തന്നെ നമുക്കറിയാം ഇന്നലെ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് മാർച്ച് 30 മറ്റോ ആണ്, അതെ, കണ്ണൂരിൽ തന്നെ 770 കിലോഗ്രാം, ഇപ്പോൾ രേഷ്മ പറഞ്ഞത് അത്രയും ആണ് എക്സ്പ്ലോസീവ്സ് പിടിച്ചെടുത്തു കണ്ണൂരിൽ നിന്ന്. RSS പ്രവർത്തകരുടെ വീട്ടിൽ നിന്നാണ് 2 പേരെ അറസ്റ്റ് ചെയ്തു. RSS പ്രവർത്തകനെയും അവരുടെ ബന്ധുവായിട്ടുള്ള ഒരാളെയും. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ NIA എന്നൊക്കെ പറഞ്ഞ ഏജൻസി, അല്ലെങ്കിൽ ഈ അതിനൊക്കെ വേണ്ടി തന്നെ ആൻറ്റി നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ഏജൻസിക്കൊക്കെ എന്താണ് പണി? വാസ്തവത്തിൽ അവർ അന്വേഷിക്കേണ്ടത് ഏത് തരത്തിലുള്ള വിഷയങ്ങളാണെന്നുള്ളതാണ്. ഇത്തരത്തിൽ ജനങ്ങളെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നതും ഏറ്റവും മാരകമായതുമായ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ആളുകളെയല്ലേ അവർ പിടിക്കേണ്ടത്. പകരം അവരെന്താ ചെയ്തത്? ഈ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം. പകരം അവർ ചെയ്യുന്നത് എവിടെയെങ്കിലും ചേർന്ന്, യോഗം ചേർന്ന് എന്തെങ്കിലും പ്രസംഗിച്ചു എന്ന് വരുത്തി ചില ആളുകളെ പിടിച്ചു. ഇപ്പോൾ പാനായിക്കുളം കേസിൽ നമുക്കറിയാവുന്ന കേസാണ്. 2006 ഓഗസ്റ്റ് 15 ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് എന്താണ് മുസ്ലിംസ്, റോൾ ഓഫ് മുസ്ലിംസ് ഇൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന ആളുകളിൽ 5 പേരെ അവിടെ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പേരിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുന്നു. നിരോധിക്കപ്പെട്ട സിമിയുടെ പ്രവർത്തകരാണെന്ന പേരിൽ അറസ്റ്റ് ചെയ്യുന്നു. ആ കേസ് എത്തുന്നത് ഏറ്റവും ഒടുവിൽ ഈ 5 പേരും വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതരാവുന്നതിലാണ്. അതൊക്കെ അന്വേഷിക്കാൻ എന്താ താല്പര്യം NIAക്ക്? അത് ഞാൻ പറയുന്നത് ഇപ്പോഴല്ല, അത് ഒരുപക്ഷെ UPA സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച കേസാണ്. ഇവിടെ VS അച്യുതാനന്ദൻ സമയത്ത് ആരംഭിച്ച കേസാണ്. അപ്പോൾ അത്തരം കേസുകളിലാണ് എന്തോ മാരകമായി സംഭവിക്കുന്നത് എന്നൊരു തോന്നലുണ്ടാക്കുകയാണ്. എവിടെയോ എന്ത് ഗൂഢാലോചന എന്നൊന്നുമില്ല. അവർക്ക് അപ്പോൾ ആവശ്യമുള്ള, അന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി സത്യത്തിൽ വളരെ നോർമലായിട്ടുള്ള നിലയിൽ മാത്രമായിരുന്നു അന്നത്തെ കാര്യങ്ങൾ നടന്നിരുന്നത്. പോലീസ് ഫോൺ പോലും പിടിച്ചു നോക്കിയിരുന്നില്ല. പക്ഷേ അതേ സമയത്ത് അപ്പോൾ തന്നെ BJP പ്രവർത്തകരുടെ മാർച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്നു. അതോടെ ചിത്രം മാറുന്നു. ഇവർക്ക് എതിരെ മുഴുവൻ കടുത്ത തീവ്രവാദ വിരുദ്ധ വകുപ്പുകൾ ചുമത്തുന്നു. അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ കൊണ്ടുപോകുന്നു. പിന്നെ അവർ വീട് കണ്ടത് ഇത്രയും വർഷങ്ങൾ, 14 വർഷം മറ്റോ ആയെന്ന് തോന്നുന്നു, അതിന് ശേഷമാണ്. അപ്പോൾ അത്രയ്ക്ക് ഭീകരമായൊരു സംഗതി നടക്കുന്നു എന്ന് അവർ കരുതുന്നത് ഇതിലാണ്. മറിച്ച് നമുക്കിത് നാൾക്കുതല്ല, ഇപ്പോൾ ഒരു എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ തന്നെ എത്ര ബോംബ് സ്ഫോടന നിർമ്മാണ കേസുകൾ വന്നിട്ടുണ്ടാവും നോക്കി. ഇതെന്തുകൊണ്ട് ഇത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ടാവും. അവർ അതിനുവേണ്ടി പല എന്താ പറയുക, അവർക്ക് പല ആക്രമണങ്ങളും നടത്താനുണ്ടാവും, അതിനൊക്കെ വേണ്ടി. പക്ഷേ ഇത് ജനവിരുദ്ധ നടപടിയാണ്. ജനങ്ങൾക്കാണ് ഇത് ഭീഷണി ഉണ്ടാക്കുന്നത്. ഒരാൾ ഒരു ബോംബ് സ്ഫോടനം നടത്തുക എന്ന് പറയുന്നത് അയാളുടെ എതിരാളിക്കെതിരെ നടത്തുന്ന ഒരു ബോംബ് സ്ഫോടനം മാത്രമല്ല, അത് സമൂഹത്തിനെതിരെയാണ്. അത് കാണണം. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം കർശനമായ നിയമങ്ങൾ പ്രയോഗിക്കേണ്ട ഒരു വിഷയമാണിത്. എന്നിട്ടും ഇപ്പോൾ അവിടെ പോയത് ഈ കേസിൽ അവരെ പിടികൂടാൻ വേണ്ടി പോയത് ഇതിലല്ല, ഈ 770 കിലോഗ്രാം എക്സ്പ്ലോസീവ് കിട്ടിയല്ലോ, ഒരു CIയും ഒരു SIയുമാണ്.
നമ്മൾ ആലോചിക്കണം. ഇത്രയും ഏജൻസികളും ഇത്രയധികം നമുക്ക് പിന്നെ ഇത് ചെയ്യാനുള്ള സംഗതികൾ ഉണ്ടായിട്ടും ഒരു CIയും SIയും പോയിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ ആ കേസിന് എന്താവും എന്നുള്ളത് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഏത് നിലയിൽ പോകുന്നു. അപ്പോൾ അതീവ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഇവിടെ വളരെ ലാഘവത്തോടെ കേരളത്തിൽ അത് കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതിന് എല്ലാ സർക്കാരുകൾക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ബോംബ് നിർമ്മാണത്തിൻ്റെ പേരിൽ ഒരു 2 യുവാക്കൾ അപകടത്തിൽപ്പെടുന്നുണ്ടെങ്കിൽ, CPM പ്രവർത്തകർ അപകടത്തിൽപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം CPM ഏൽക്കണം. യെസ്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്നാണ് ഇപ്പോൾ ഈ അക്രമ രാഷ്ട്രീയം എന്നുള്ളൊരു വാക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം, കുറേ മാസങ്ങൾക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ സജീവമായൊരു പദം അങ്ങനെ ഉപയോഗിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം. അപ്പോൾ ഈ ഇലക്ഷൻ കാലത്ത് ആ ഒരു വിഷയം കൂടി ചർച്ചയാകാൻ ഇത് കാരണമാകുമോ? അതുമാത്രമല്ല, ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായതുകൊണ്ടാണ് നമ്മളിത് അറിഞ്ഞത്, ഇത് വാർത്തയായത്. ഒരാൾ മരിച്ചു, പരിക്കേറ്റു, അങ്ങനെ അറിയാതെ ഇപ്പോൾ പ്രമോദ് സാറ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാതെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ല, ഈ സംഭവം രേഷ്മ പറഞ്ഞ ഈ സംഭവം കണ്ണൂർ ജില്ലയിലെ പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഉണ്ടായിരുന്നത്. ഈ ഷെറിൻ എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെടുകയും ബിനീഷ് എന്ന് പറഞ്ഞ ആളുടെ കൈപ്പത്തികൾ അറ്റുപോവുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതിനൊരു വാക്ക് വന്നിട്ടുണ്ട്, എന്താ അറിയോ? കൈതാനികൾ. തിരുവനന്തപുരത്ത് പിന്നെ ഒരു 17കാരൻ കൈതാനിയായി, അങ്ങനെയാണ് കൈതാനികൾ എന്നൊരു പദം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ പാനൂർ പ്രദേശത്ത് ഇതിപ്പോൾ ഒരു ഇലക്ഷൻ സീസണിലാണ് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടക്കുന്നു, കൈപ്പത്തി അറ്റുപോകുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെടുന്ന ആളുകൾ കേരളത്തിൽ മൊത്തം നോക്കി ബോംബ് സ്ഫോടനത്തിൽ ബോംബേറ് കൊണ്ടിട്ട് കൊല്ലപ്പെട്ടതിന് സമാനമായിട്ട് നിർമ്മാണത്തിനെതിരെ കൊല്ലപ്പെട്ട അനുഭവം കേരളത്തിൽ ഇഷ്ടം പോലെയാണ്. കാരണം അത് വേണ്ടത്ര പരിശീലനം കിട്ടാത്തതുകൊണ്ടായിരിക്കും. എനിക്ക് ഈ പ്രദേശമൊക്കെ എൻ്റെ നാടിന് ചേർന്ന് നിൽക്കുന്നത്, ഇത് കണ്ണൂർ ജില്ലയിൽ കോഴിക്കോട് ജില്ലാ ബോർഡറിൽ, നാദാപുരം ബോർഡറിൽ നിൽക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടെ പ്രദേശം. ഈ പ്രദേശമൊക്കെ അടുത്തടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഒരു ബോംബ് കൾച്ചർ നേരത്തെ അവിടെ ഉള്ളതാണ്. എൻ്റെ ആദ്യത്തെ പ്രസിദ്ധീകരിക്കപ്പെട്ട കവിത സ്കൂളിൽ പഠിക്കുമ്പോൾ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൻ്റെ ബാലപംക്തിയിൽ അത് ബോംബിനെ കുറിച്ചാണ്. ഈ വിനീഷിൻ്റെ 2 കൈപ്പത്തിയും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നില്ലേ. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, പിന്നെ അയൽവാസിയാണ്, കൂട്ടുകാരനാണ്, CPM പ്രവർത്തകനാണ്. അവന് 2 കൈയും ഇല്ല. ഇതേമാതിരി ബോംബ് ഉണ്ടാക്കുമ്പോൾ നഷ്ടപ്പെട്ടാണ്. ഇപ്പോഴും അവന് 2 കൈയും ഇല്ലാതെ നടക്കുകയാണ്. വളരെ എൻ്റെ അടുത്താണ് നമ്മൾ. പോട്ടെ, എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ ഭാഗത്ത് പിന്നെ ഒരു പുതിയ അനുഭവമല്ല. ഇന്നിപ്പോൾ ഏപ്രിൽ 5ആണ്. ഏപ്രിൽ 6 പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ പോളിംഗ് നടന്ന ദിവസമാണ്. ഏത്? 2021. ആ ദിവസം അവിടെ എന്താ സംഭവിച്ചത്? അന്ന് വൈകുന്നേരം മൻസൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ ബോംബേറിൽ കൊല്ലപ്പെടുന്നുണ്ട് ഇതേ പ്രദേശത്ത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ കൊലപാതകം നടക്കുന്നത് എങ്ങനെയാണ്? CPMൻ്റെ ഒരു പ്രകടനം എന്തോ പോകുന്നു. അപ്പോൾ അവിടെ ഒരു സ്കഫിൾ ഉണ്ടാകുന്നു. ഈ മൻസൂറിൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് ആ സ്കഫിൾ ഉണ്ടാകുന്നത്. അപ്പോൾ ചെറിയൊരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു. ആ സംഘർഷാവസ്ഥ രൂപപ്പെടുമ്പോഴേക്ക് കുറച്ച് ആളുകൾ ഓടിപ്പോയി ബോംബെടുത്ത് വരികയാണ്. എന്നിട്ട് അവർ ആ ബോംബ് എറിയുന്നു. മൻസൂർ കൊല്ലപ്പെടുന്നു. മൻസൂർ വീട്ടുമുറ്റത്ത് സ്വന്തം പിതാവിൻ്റെ മുമ്പിലാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇലക്ഷന് വേണ്ടി നമ്മൾ സമാഹരിച്ച് വെച്ചിരിക്കുന്ന സാമഗ്രികൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ എല്ലായിടത്തും എന്തൊക്കെയാണ് സമാഹരിച്ച് വെക്കുക? ഈ വോട്ടേഴ്സ് സ്ലിപ്പ് ഉണ്ടാവും, വോട്ട് അഭ്യർത്ഥിക്കുന്ന നോട്ടീസ് ഉണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളല്ലേ സമാഹരിച്ച് വെക്കുക. പിന്നെ ഈ പണിയെടുക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടിയുള്ള തൊപ്പി ഒക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ അതിൻ്റെ കൂടെ സമാഹരിച്ച് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു അവശ്യ വസ്തുവാണ് എന്ത്? ബോംബ്. അതുകൊണ്ടാണ് ഒരു സ്കഫിൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് അവർക്കത് എടുത്തു കൊണ്ടുവരണം എന്ന അതിൻ്റെ അർത്ഥം എന്താണ്? അത് റെഡി ടു ഡെലിവറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതല്ലേ. അപ്പോൾ ആ ഒരു ചെറിയൊരു എന്തോ ഒരു സംഘർഷം രൂപപ്പെടുമ്പോഴേക്ക് ആളുകൾ ഓടിപ്പോകുന്നു, ബോംബായിട്ട് മിനിറ്റുകൾക്കകം ബോംബായിട്ട് തിരിച്ചു വരുന്നു, ബോംബ് എറിയുന്നു, മൻസൂർ കൊല്ലപ്പെടുന്നു. അത് ഏപ്രിൽ 6-നാണ്. നാളെ അതിൻ്റെ വാർഷിക 23-ാം വാർഷികമായിരിക്കും. ഇതേ സ്ഥലത്ത് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അതിലെന്താ അത് നോക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം അതിലെ 2-ാമത്തെ പ്രതി രതീഷ് എന്ന് പറയുന്ന ആൾ, അയാൾ അവിടെയുള്ളൊരു കശുമാവൻ തോട്ടത്തിൽ തൂങ്ങി മരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം തൂങ്ങി നിൽക്കുന്ന നിലയാണ് കണ്ടത്. അതിനെക്കുറിച്ച് മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള ഷാജി ആരോപിച്ചത് അയാളെ
CPM-മാർ കെട്ടിത്തൂക്കിയതാണ്, കൂടുതൽ പ്രതികളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി CPM-മാർ കെട്ടിത്തൂക്കിയതാണെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം അന്ന് ആരോപിച്ചത്. എന്താണ് നമുക്കറിയില്ല. എനിവേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ അധികമായിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുക, ആയുധങ്ങൾ സമാഹരിച്ച് വെക്കുക എന്നുള്ളത് പതിവാണ്, ആ പ്രദേശങ്ങളിൽ പതിവാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം. ഇതിനെക്കുറിച്ച് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ചില മരത്തിൻ്റെ പിറകിൽ അപ്പുറത്താണ് ഈ സാധനം, ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മിശ്രണങ്ങളുണ്ടല്ലോ, അത് കൂട്ടുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മരം എന്ന് വിചാരിക്കുക. ഈ മരത്തിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടുക. അഥവാ സ്ഫോടനം നടന്നാൽ വലിയ പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ആണ് അങ്ങനെ ചെയ്യുന്നത്. അതേമാതിരി ബെഞ്ചിൽ വലിയ മേശേൻ്റെ മുകളിൽ കിടന്നിട്ട് മേശേൻ്റെ അടിയിൽ വെച്ച് ഇങ്ങനെ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് വളരെ അപകട സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ നാടൻ ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത്. ഈ പൊടികൾ കുപ്പിച്ചിലുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ ചെറിയ ഒരസലുകൾ വരുമ്പോൾ സ്ഫോടനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത്തരം സ്ഫോടനങ്ങൾ എത്രയോ ആ പ്രദേശങ്ങൾ, പാനൂർ, നാദാപുരം, ആ വളയം, അതൊക്കെ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്ന പ്രദേശങ്ങളാണ്. ഇതിൽ പ്രധാനമായും BJP-യും ഈ CPM-മാണ് അതിൽ പ്രതികളായിട്ടുള്ളത്. നാദാപുരത്ത് ബോംബ് നിർമ്മാണത്തിനിടെ 5 മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഒരൊറ്റ സംഭവത്തിൽ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഇവൻറ്റിൽ 5 പേർ കൊല്ലപ്പെട്ട സംഭവം. ഇത് കുറഞ്ഞു വരികയായിരുന്നു. പക്ഷേ ഇപ്പം തോന്നുന്നു വീണ്ടും ആ ഒരു ബോംബ് കൾച്ചറിലേക്ക് ആ പ്രദേശങ്ങൾ പോവുകയാണെന്ന് നമ്മൾ ഭയക്കേണ്ട ഒരു സാഹചര്യമാണ്. അതാണ് കഴിഞ്ഞ ആഴ്ച 770 കിലോ സ്ഫോടകവസ്തുക്കൾ പിടിക്കാന്നാണ്. അതെന്തോ കോറികൾക്ക് കൊടുക്കാൻ വേണ്ടി കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. പോലീസ് എന്താണ് ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തിയെന്ന് എനിക്കറിയില്ല. CPM അത് വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തിയതായിട്ട് കണ്ടില്ല. എനിവേ അത് ഇത്രയധികം സ്ഫോടകവസ്തു ശേഖരം ഒരാളുടെ വീട്ടിൽ നിന്ന് പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ആശ്ചര്യകരമായൊരു കാര്യമാണ് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സ്ഫോടക ശേഖരം പിടിച്ചിട്ട് അത് കേരളത്തിൽ ഒരു ചർച്ചയാവാത്തുന്നത് ശരിക്കും അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികളും നിയമ സംവിധാനങ്ങളും ഏറെ ജാഗ്രത പുലർത്തേണ്ട വിഷയമാണ്. അതിനെ അതിൻ്റെ ഗൗരവത്തോടെ, ലാഘവത്തിലല്ലാതെ ഏറെ ഗൗരവത്തിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു.